പശ്ചിമേഷ്യയിൽ പ്രതിസന്ധികൾക്ക് പിന്നാലെ പ്രതിസന്ധികൾക്ക് തിരികൊളുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഏറ്റെടുത്തില്ലെങ്കിൽ ജോർദാനുള്ള ഫണ്ടിംഗ് നിർത്തിവെച്ചേക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ജോർദാന്റെ ഭാവി തന്നെ പ്രതിസന്ധിയിലാക്കാവുന്ന യുഎസിന്റെ $1.45 ബില്യൺ ഫണ്ടിംഗിൽ സമ്മർദ്ദം. അതേസമയം 2000 കുട്ടികളെ ഗാസയിൽ നിന്ന് ഏറ്റെടുക്കാമെന്നാണ് ജോർദാൻ രാജാവ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. ഗാസക്കാരെ കുടിയിറക്കുന്നതിനെതിരെയാണ് ജോർദാന്റെ ഉറച്ച നിലപാടെന്നാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോർദാൻ രാജാവ് പറഞ്ഞത്. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന ലംഘനമാണിതെന്നും അബ്ദുള്ള പറഞ്ഞു. പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാതെ ഗാസയെ പുനർനിർമ്മിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും മറ്റൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും സൗദി കിരീടാവകാശിയാണ് ചർച്ചകൾ ആസൂത്രണം ചെയ്യുന്നതെന്നും ജോർദാൻ രാജാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ പലസ്തീനികളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അങ്ങനെ ഒഴിപ്പിക്കുന്നവരെ ഏറ്റെടുക്കണമെന്ന സമ്മർദ്ദമാണ് ഈജിപ്തും ജോർദാനും നേരിടുന്നത്. അതിന് തയ്യാറാകാത്ത പക്ഷം ഇരു രാജ്യങ്ങൾക്കുമുള്ള US ഫണ്ടിംഗ് നിർത്തലാക്കിയേക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായിരുന്നു ഭീഷണി. ഈ നീക്കത്തിന്റെ പ്രത്യാഘാതം വലുതാണ്. പ്രതിവർഷം $1.45 ബില്യൺ സൈനിക സാമ്പത്തിക സഹായമാണ് ജോർദാൻ അമേരിക്കയിൽ നിന്ന് കൈപ്പറ്റി വരുന്നത്. രാജ്യത്തിന്റെ GDPയുടെ ഏകദേശം 1% വരും ഇത്. ആഗോള സഹായമെല്ലാം മരവിപ്പിച്ച ട്രംപിന്റെ മുൻ ഉത്തരവോടെ തന്നെ ഫണ്ടിങ്ങിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഈ നിലയ്ക്ക് ട്രംപിനെ പിണക്കിയാൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും വീഴുന്നത്. ഈ ഭീഷണി നിലനിൽക്കെയാണ് ഗാസയിൽ നിന്ന് 2000 രോഗികളായ കുട്ടികളെ ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള അറിയിച്ചത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ജോർദാന്റെ നിർദ്ദേശത്തെ ട്രംപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ മനോഹരമെന്നും വിശേഷിപ്പിച്ചു. അതേസമയം ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഗാസയിലെ 2 ദശലക്ഷം വരുന്ന പലസ്തീനികളുടെ ഒഴിപ്പിക്കലാണ്. ഈ നീക്കത്തെ ഇതുവരെ നിരസിച്ച ജോർദാൻ സമ്മർദ്ദത്തിൽ അയയുന്നതായാണ് സൂചന. ഗാസയിലെ കുടിയൊഴിപ്പിക്കൽ പരാമർശിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇക്കാര്യത്തിൽ ഈജിപ്ത് ആദ്യം തീരുമാനമെടുക്കട്ടെ എന്നാണ് അബ്ദുള്ള രാജാവിന്റെ ഏറ്റവും പുതിയ പ്രതികരണം. അതേസമയം ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിലും ജോർദാന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇറാഖ്, സിറിയ, ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്നിങ്ങനെ സംഘർഷങ്ങളാൽ ചുറ്റപ്പെട്ട അതിർത്തികളാണ് ജോർദാൻ ഉള്ളത്. രാജ്യത്തെ 11 ദശലക്ഷം ജനസംഖ്യയിൽ 2.39 ദശലക്ഷം പലസ്തീനി അഭയാർത്ഥികളും. ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ട 1967 യുദ്ധത്തിൽ പലായനം ചെയ്ത ഇവരുടെ പിൻതലമുറക്കാർ ഇപ്പോഴും ജോർദാനിലെ വിവിധ ക്യാമ്പുകളിലാണ്. ഇതിനു പുറമെയാണ് ഇറാഖി, സിറിയൻ അഭയാർത്ഥികൾ. ജനസംഖ്യയുടെ 4/1 ദരിദ്രരായിരിക്കെ ചെറുപ്പക്കാരിലെ തൊഴിലില്ലായ്മ ഉയർന്നിരിക്കെ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉയർത്തും. ട്രംപിന്റെ ആവശ്യം നിരസിക്കുന്നത് US-നെയും ഇസ്രയേലിനും പിണക്കുമെങ്കിൽ അംഗീകരിച്ചാൽ രാജ്യം ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന അസ്തിത്വ പ്രതിസന്ധിയിലാണ് ജോർദാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.